മോനെ, നീ ഇപ്പൊ 10ാം ക്ലാസ്. ഇത്രയും നാൾ കളിച്ചടന്ന പോലെയല്ല. ഇനിയാണ് നിന്റെ ലൈഫിലെ പ്രധാന ടേണിംഗ് പോയിന്റ്. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം. മോനെ, നീ ഇപ്പൊ +2 ആയി. ഇത്രയും നാൾ കളിച്ചടന്ന പോലെയല്ല. ഇനിയാണ് നിന്റെ ലൈഫിലെ പ്രധാന ടേണിംഗ് പോയിന്റ്. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം. മോനെ, ടേണിംഗ് പോയിന്റിന്റെ കാര്യമായിരിക്കും, ശ്രദ്ധിച്ചോളാം. ആ അല്ല അച്ഛാ, അപ്പൊ ഈ കഴിഞ്ഞ ടേണിംഗ് പോയിന്റ് ഒക്കെ എന്തുവാ? അത് വേറൊരു ടേണിംഗ് പോയിന്റ്, ഇത് മറ്റൊരു ടേണിംഗ് പോയിന്റ്. എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇതിപ്പോ എത്ര ടേണിംഗ് പോയിന്റ്സ് ഉണ്ട് ആക്ച്വലി? ഇതിനൊരു അന്ത്യല്ലേ? നീ ആ സത്യം മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു. ഈ ഒരു ടേണിംഗ് പോയിന്റും കൂടെ കഴിഞ്ഞാൽ നിനക്ക് സമാധാനിക്കാം. പിന്നെ ടേണിംഗ് പോയിന്റ്സിന്റെ മഴവെള്ളപ്പായ്ച്ചിലായിരിക്കും. ടേൺ ചെയ്ത് നിനക്ക് ശീലമായിക്കോളും. ഞാൻ ഇപ്പോഴും ടേൺ ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. ലൈഫ് ഈസ് ഫുൾ ഓഫ് ടേണിംഗ് പോയിന്റ്സ്. ഇത് നിജം. ഈ ടേണിംഗ് പോയിന്റ്സിൽ നിന്ന് ശരിയായ സമയത്ത് ശരിയായ ടേൺ എടുക്കണം എന്ന് മാത്രം. അത് നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. അല്ല, അച്ഛൻ എപ്പോഴെങ്കിലും റോങ് ടേൺ എടുത്തുണ്ടോ? അതിനുള്ള ഉത്തരം നിന്റെ ടേണിംഗ് എവിടെയും പാളിപ്പോയാ ഞാൻ പറയണ്ടേ. അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ ടേൺ ചെയ്തോളുണ്ടോ, ഇല്ലെങ്കിൽ നിന്റെ തല അടിച്ച് ടേണിക്കും ഞാൻ, കേട്ടാ? ശരി. അപ്പൊ ഇനി മുതലാണ് ഇഞ്ചിഫൈഡ് ലൈഫ്. I am thrilled.